ഹലോ ഗായ്സ്, വെൽക്കം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാവുന്നത് കിഡില മന്തിയാണ്. ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി. അപ്പൊ തുടങ്ങാം. നിങ്ങൾക്ക് ഇഷ്ടം മന്തി? എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരു ഉള്ളി, ഒരു ക്യാപ്സിക്കം ചെറുതായി കുനുകുനാ അരിയാം. ഇത് മന്തി ഞാൻ ഇന്ന് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതല്ല, ബട്ട് ഇന്നലെ രാത്രി അറിയാതെ എന്നോട് പറഞ്ഞു ഈ നാളെ മന്തിയാണ്. രാത്രി പറയുമ്പോൾ ഉണ്ടാക്കണം എന്ന് തന്നെ വിചാരിച്ചതാണ്. പക്ഷേ രാവിലെ ആയപ്പോൾ എനിക്കൊരു മൂഡില്ല. മന്തിയോന് ഇഷ്ടപ്പെട്ട ഐറ്റത്തിലൊന്നായതുകൊണ്ട് രാവിലെ എണീറ്റപ്പോൾ തന്നെ ഇന്ന് മന്തിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ സ്കിപ്പ് ചെയ്യാനൊരു നിവൃത്തിയില്ല. പിന്നെ ഞാൻ വിചാരിച്ച് കിടക്കട്ടെ ഒരു മന്തി, അപ്പോൾ വീഡിയോ എടുക്കാമല്ലോ. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് ഉള്ളിയും ക്യാപ്സിക്കം കുറച്ച് ഗാർലിക്കും ഇതിലേക്കിട്ട് നല്ലോണം വഴറ്റാം. ഓനെ മാത്രം പറയണ്ട, മന്തി എൻ്റെയും ഫേവറേറ്റ് ഐറ്റംസിലൊന്നാണ്. ഈ മന്തി വളരെ എളുപ്പമാണെങ്കിലും നല്ല ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ഐറ്റം തന്നെ പറയാം. പല ടൈപ്പ് മന്തി ഞാൻ ഉണ്ടാക്കലുണ്ടെങ്കിലും ഇതാണ് എൻ്റെ ഫേവറേറ്റ്. ഇത് നല്ലോണം വഴണ്ടി വരുമ്പോൾ 2 മാഗി ക്യൂബ് പൊടിച്ച് ഇതിലേക്ക് ചേർക്കാം. ഈ കപ്പിൽ 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ 5 ഗ്ലാസ്സിൽ കുറച്ച് കുറവ് വെള്ളം, അത് കറക്റ്റാണ്. കുറച്ച് മുമ്പ് വരെ ഞാൻ അരി ഊറ്റി ചിക്കനിലേക്കിട്ട് മിക്സ് ചെയ്യാറാണ് പതിവ്. ഇപ്പോൾ ഞാൻ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ്. ഇതാണ് ഒന്നുകൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാണെങ്കിൽ അടിപൊളി ടേസ്റ്റി ആയിട്ട് സംഭവം കിട്ടും. ക്വാണ്ടിറ്റി കൂട്ടുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂട്ടി ആ ലെവലിൽ ചെയ്താൽ മതി. എനിക്കിവിടെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മതി. എന്നിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ചിക്കൻ ഇട്ട് കുറച്ച് മല്ലി, കുറച്ച് കുരുമുളക് കൂടി ചേർത്ത്, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, ജീരകം, ഉണക്ക നാരങ്ങ അതൊക്കെ ഇട്ട് നല്ലോണം വേവിക്കാം. ജസ്റ്റ് ഒന്ന് ചിക്കൻ വെന്ത് വരുമ്പോൾ ചിക്കൻ നമുക്കിതിൽ നിന്ന് ഊറ്റിയെടുക്കണം. ചിക്കൻ്റെ വേവ് ചിക്കൻ്റെ പീസിൻ്റെ വലുപ്പത്തിനനുസരിച്ചായിരിക്കും. അപ്പോൾ ഇത് കിടന്ന് നല്ലോണം വേവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഫസ്റ്റ് ടൈം ഞാനിങ്ങനെ മന്തി ഉണ്ടാക്കുന്ന വീട്ടിലൊരു ഗസ്റ്റ് വന്നപ്പോൾ ഈസിയാണെന്ന് വിചാരിച്ച് ചെയ്തതാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഈസിയാണ്, ടേസ്റ്റുമാണ്. കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഓക്കെയാണ്, നല്ല ടേസ്റ്റും. അപ്പോൾ പിന്നെ ഇത് ഞാൻ സ്ഥിരമാക്കി. ഇനി ചിക്കൻ ഇങ്ങോട്ട് എടുത്തു മാറ്റാം. ഈ സാധനം കൊണ്ട് ചിക്കൻ എടുക്കൽ വലിയ ടാസ്ക് ചെയ്യുന്നു. ഇതിപ്പോൾ നിങ്ങൾ 2 സെക്കൻഡ് കൊണ്ട് കാണുകയാണെങ്കിലും ഞാനൊരു 1-2 മിനിറ്റ് ആ ചിക്കനും കൊണ്ട് അങ്ങനെ കളിച്ച് പോയിട്ടൊരു വലിയ കയ്യിലെടുക്കാനൊക്കെ എൻ്റെ മനസ്സ് പറഞ്ഞു. പക്ഷേ എൻ്റെ മടി എന്നെ അനുവദിച്ചില്ല. ഇനി അരി ചേർക്കാം. 1 മണിക്കൂർ കൂടുതൽ സോക്ക് ചെയ്ത് വെച്ച അരി ഊറ്റിയെടുത്ത് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ചേർക്കുന്നത്. അരി ഇട്ടതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ റൈസൊക്കെ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. റൈസ് 1 മണിക്കൂർ തന്നെ സോക്ക് ചെയ്ത് വെക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ 1/2 മണിക്കൂറൊക്കെ വെച്ച് സാധാരണ ഉണ്ടാക്കാറുണ്ട്. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. മുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കൂട്ടത്തിൽ ഒരു പീസ് ലെമണും നല്ലോണം പിഴിഞ്ഞൊഴിച്ച് കുറച്ച് ഓയിൽ കൂടി ചേർത്ത്, ഓയിൽ ചേർക്കുമ്പോൾ കുറച്ചധികം ചേർക്കാം. ദെൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു മാഗി ക്യൂബ് കൂടി ഇട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്ത് ചിക്കനെ സുന്ദരിയാക്കാം. ചിക്കനെ കത്തി കൊണ്ടോ ഫോർക്ക് കൊണ്ടോ കുത്തി മസാല പിടിക്കാൻ പാകത്തിനാക്കി വെക്കുന്നതാണ് ഒന്നുകൂടി ബെറ്റർ. മസാല തേച്ച് ചിക്കൻ ഒരു 10-15 മിനിറ്റ് മാറ്റി വെച്ച് അരിയുടെ കാര്യം നോക്കാം. യെസ്, അത്യാവശ്യം വേവായി വരുന്നുണ്ട്. ഇനി ചിക്കൻ കുറച്ച് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം.
റൈസ് നല്ല കറക്റ്റ് വേവായി വന്നിട്ടുണ്ട്. മന്തി ഉണ്ടാക്കുമ്പോൾ സൈഡ് ഡിഷ് മയോണൈസ് മസ്റ്റല്ലേ. അപ്പോൾ ഞാൻ മയോണൈസും പിന്നെ മന്തിക്ക് അധികം എരിവില്ലാത്തത് കൊണ്ട് എനിക്ക് ചട്നി നിർബന്ധമാണ്. കുറച്ചധികം മുളകൊക്കെ ഇട്ട് നല്ല അടിപൊളി ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. ബട്ട് അജയിന് ഈ സോസും മയോണൈസും കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്ന ഇഷ്ടം. ഇനി റൈസിൻ്റെ മേലെ കുറച്ച് യെല്ലോ കളറും റെഡ് കളർ കൂടി ആഡ് ചെയ്യാം. ഞാനിവിടെ യെല്ലോ കളർ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ലാസ്റ്റ് നമുക്ക് മന്തി അങ്ങ് പുകയ്ക്കാം. പുകയില്ലാതെ നമുക്ക് എന്താ ആഘോഷം. ഇനി ജസ്റ്റ് നല്ലോണം മിക്സ് ചെയ്ത് ചിക്കനൊക്കെ എടുത്ത് മാറ്റി നല്ലോണം മിക്സ് ചെയ്ത് സെർവ് ചെയ്യാം. ഞാനൊരു 12-12:30 ആകുമ്പോഴേക്ക് മന്തിയൊക്കെ സെറ്റായി. അപ്പം തന്നെ ഒരു മന്തി വേണം. മന്തിക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോസ് മയോണൈസ് എല്ലാം കൂടി മിക്സാക്കിട്ടാ ടേസ്റ്റ് കൂടും. നല്ല ടേസ്റ്റുള്ള പോട്ട് കുഴച്ചിട്ട് ഇലയിലിട്ട് എല്ലാവർക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. ബൈ ബൈ, സീ യു.